ആയിരം യുഗങ്ങളിൽ ആയിരം സംസ്കാരങ്ങൾ, ആയിരം കിരണങ്ങൾ പതിപ്പിച്ച വീഥിയിൽ ആയിരം വികാരങ്ങൾ ഉൾക്കൊണ്ട മാനുഷന്റെ പ്രേമത്തിൻ തേർതെളിച്ച സാരഥേ നമോവാകം എന്ന കവിവചനത്തെ അന്വർത്ഥമാക്കുന്ന ഈ വേദിയിൽ എൻ്റെ ജന്മഭൂമിയും കർമ്മഭൂമിയുമായ ചങ്ങനാശ്ശേരിക്കാരോടൊപ്പം ഏതാനും നിമിഷം പങ്കിടാൻ എനിക്കൊരവസരം തന്ന ഈ ചടങ്ങിൻ്റെ സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുവാൻ ആദ്യമായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഈ ചടങ്ങ് എൻ്റെ മാതൃവിദ്യാലയമായ സെൻറ്റ് ബർക്കുമെൻസ് കോളേജിലാണെന്നതും ഇതിൻ്റെ സംഘാടകർ മാതൃഭാഷാ വകുപ്പാണെന്നതും എന്നെ അക്ഷരാർത്ഥത്തിൽ അഭിമാന വിജൃംഭിതനാക്കുന്നു. 51 അക്ഷരാളി കലിത തനുലതയെ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോട് പൂക്കും കുസുമലതയിൽ എന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൽ താർബാണ ഡംഭപ്രശമന സുഹൃതോപത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ എന്ന വരികളാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത്. അതോടൊപ്പം 56 അക്ഷരമല്ല മലയാളം, 51 അക്ഷരവുമല്ല മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്, മണ്ണെന്ന ഒരൊറ്റക്ഷരമാണ് മലയാളം എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും ഞാൻ ഈ വേളയിൽ ഓർത്തുകൊള്ളട്ടെ. തീർച്ചയായിട്ടും മാതൃഭാഷയും പിറന്ന മണ്ണും ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ, അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നും. ഇന്ന് തായത്ത് പാകത്ത് വീണ് കിടക്കുന്ന വായപ്പയം കൊണ്ട് മൂടിയ മഹീതലമെന്ന് TV-യിൽ കൊഞ്ഞനം കുത്തുന്ന ആധുനിക മദാമ്മമാർക്കും സായിപ്പന്മാർക്കും ഒരുപക്ഷെ മലയാള ഭാഷയുടെ മഹത്വം മനസ്സിലാകില്ലെന്നത് മാത്രം. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർ മന്ദഹാസമായി വിരിയുന്നു എന്ന ഗാനശകലം മനസ്സിലേക്ക് കൂടിയെത്തുന്നു. അതോടൊപ്പം തുഞ്ചൻ്റെ തത്തയിൽ തുള്ളിക്കളിച്ച കുഞ്ചൻ്റെ തുള്ളലിൽ മണികോർത്തൊരു കവിതയെ മിണ്ടിത്തുടങ്ങുവതാടുവ ലളിതേ മമ മുന്നിലെത്തുക മലയാള കവിത എന്നൊരവസരത്തിൽ മലയാള കവിതയുടെ മുന്നിൽ ഒരു നിമിഷം നിർനിമേഷാക്ഷികളോടുകൂടി നിൽക്കുവാൻ, നമ്മറ ശിരസ്കനായി നിൽക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്ന് മികച്ച വിജയം കൈവരിച്ച് ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ വിദ്യാലയത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായി മാറിയ കുഞ്ഞുങ്ങളെ, ഓരോ വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിനിയെയും അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും ആദ്യമായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും, അത് അധ്യാപകരായിക്കൊള്ളട്ടെ, രക്ഷകർത്താക്കളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, അടുക്ക് പറയുന്നവൻ അഞ്ഞാഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഏവരെയും അഭിനന്ദിക്കുവാൻ രണ്ടാമതായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അനുമോദനം അർഹിക്കുന്നവരിൽ അത് അർപ്പിക്കാൻ സന്മനസ് കാട്ടിയ സെൻറ്റ് ബർക്കുമെൻസ് കോളേജിൻ്റെ അധികൃതരോട്, മലയാള ഭാഷാ വകുപ്പിൻ്റെ അധികൃതരോട് ഉള്ള സ്നേഹാദരവുകൾ രേഖപ്പെടുത്തുവാൻ മൂന്നാമതായി ഈ അവസരം വിനിയോഗിക്കുന്നു. അതോടൊപ്പം ശതാഭിഷിക്തനാകുന്ന ആരാധ്യനായ മത്തായി സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാന്യനായ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞിടത്തു നിന്ന് തുടങ്ങിയാൽ വായിച്ചു വളരുക എന്ന ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഈ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ അതോടൊപ്പം വായിക്കാതിരുന്നാൽ മുരടിക്കുമെന്നൊരു താക്കീത് കൂടി നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗ്രന്ഥങ്ങൾ അറിവിൻ്റെ നിറകുടങ്ങളാണ്. വിജ്ഞാന സാഗരങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന വിജ്ഞാന പാരാവാരങ്ങളാണ്. അവയുമായി നർമ്മസല്ലാപം നടത്തുക, അഞ്ചിത കേളികൾ ആടി വാഴുക, അതിനേക്കാൾ ആനന്ദദായകമായ അനുഭൂതി മറ്റൊന്നില്ല എന്നത് അവിതർക്കിതമാണ്. എന്നാൽ കഷ്ടകരമെന്ന് പറയട്ടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ അമിതമായ കടന്നുകയറ്റവും ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവും മറ്റും മൂലം നമ്മുടെ കുഞ്ഞുങ്ങളിലെ വായനാശീലം അനുദിനം കുറഞ്ഞു വരുന്നു എന്നാണ് വിവിധ സർവേകൾ തെളിയിക്കുന്നത്. അതൊരു അപകടകരമായ പ്രവണതയാണ്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ്. ട്രഷേഴ്സ് ഫിൽഡ് നോട്ട് വിത്ത് ഗോൾഡ്, സിൽവർ ഓർ അതർ പ്രഷ്യസ് സ്റ്റോൺസ്, but with riches much more valuable than these: knowledge,
noble thoughts, high ideals. Knowledge, noble thoughts, high ideals. Poor indeed is the man who does not read, and empty is his life. Poor indeed is the man who does not read, and empty is his life. ഗ്രന്ഥപാരായണം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാത്തൊരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി കേവലം കൂപമണ്ടൂകമായി കിണറ്റിലെ തവളയെ പോലെ പുറന്തള്ളപ്പെടുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയലേശമില്ല. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മാസ്മരികതയാണ് വായന. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മാസ്മരികതയാണ് വായന. അവൻ്റെ അന്തരത്തിലെ സ്നിഗ്ധ ചിന്തകളെ തട്ടി ഉണർത്തുക, അവയെ പാലൂട്ടി വളർത്തുക, അതിനെ പരിപാലിപ്പിച്ച് പരിപോഷിപ്പിച്ച് പരിശുദ്ധീകരിക്കുക. തലമുറകളായി വായന നിർവഹിച്ചു വരുന്ന കർത്തവ്യം അതാണ്. വായനയാർക്കും ഫലിക്കണമെങ്കിൽ വേണം വായനയെങ്കിൽ വിശ്വാസം. ശ്രീ രവിശങ്കറിന്റെ പ്രശസ്തമായ ഒരു മഹദ്വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം പറഞ്ഞത്, ലുക്ക് അറ്റ് ചിൽഡ്രൻ ആസ് പാക്ഡ് ഗിഫ്റ്റ്സ്, ലുക്ക് അറ്റ് ചിൽഡ്രൻ ആസ് പാക്ഡ് ഗിഫ്റ്റ്സ്, ഗോ ബിയോണ്ട് ദ റാപ്പർ, ഗോ ബിയോണ്ട് ദ റാപ്പർ. Every child is a precious gift. Every child is a precious gift. Some boxes may be filled with candies. Some boxes may be filled with firecrackers. But no box is empty. But no box is empty. എല്ലാ കുഞ്ഞുങ്ങളും പ്രതിഭകളാണ്. തെച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടുന്ന വജ്രങ്ങളാണ്, വൈഡൂര്യങ്ങളാണ്. അവയെ തേച്ചു മിനുക്കി ഭാവി കേരളത്തിൻ്റെ, ഭാവി ഭാരതത്തിൻ്റെ വാഗ്ദാനങ്ങളാക്കി തീർക്കുന്ന മഹത്തായ പ്രക്രിയയാണ് വിദ്യാഭ്യാസമെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ് വായന. ആ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ് വായന. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരി വിസ്മൃതമാകും ഇപ്പോൾ ഇണ്ണീട് കർക്കിൽ ഇത് താൻ ഗതി സത്യമെന്ത് കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന വരികൾ കേൾക്കുമ്പോൾ ഏതൊരു കഠിന ഹൃദയന്റെ കരളാണ് അലിയാത്തത്. ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്നൊരുവന് ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രം. ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ, ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പയ എന്ന മഹദ്വചനത്തെ ശിരസാവഹിക്കുക മാത്രമാണ് കരണീയം. പാവക്കിടാവെ കിടത്തി കിളിങ്ങിനെ തൂവളച്ചാർത്തോടതിൻ തുടമേൽ അമലർ കയ്യിനാൽ താളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി ഉറക്കുകയും ശ്രീദക്ഷവാഹന ദാര്യപ്രതിമയെ പൂതൂകി പൂജിച്ചതിന് മുന്നിൽ ദീർഘമാം മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗിയാം ദേവിയായി മേവുകയും എന്നത് വായിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുതിയ നിർവചനത്തിലേക്കല്ലേ അത് നമ്മെ നയിക്കുന്നത്. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്ന ആംഗലേയ പഴമൊഴി പ്രായോഗിക തലത്തിലേക്ക് ആനയിക്കുകയല്ലേ ആ കവിത ചെയ്യുന്നത്. പൈതലിൻ ഭാവം മാറി വദനംബുജം വാടി കൈതവം കാണക്കണ്ണ് കണ്ണുനീർ തടാകമായി മാമ്പഴം പിറക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപറം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു നഗ്ന സത്യമുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. The university should stand for humanism, tolerance, adventure of ideas, search for truth എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ അലഹബാദ് കൺവക്കേഷൻ അഡ്രസ്സിനെ കാവ്യഭാഷയിലേക്ക് ആക്കി തീർത്തിരിക്കുകയല്ലേ ആ കവിത. അതാണ് വായന. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന അത്ഭുത പ്രതിഭാസം. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട ദിശാബോധവും മനുഷ്യത്വവും നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് മനുഷ്യത്വത്തെ ആവാഹിക്കണമെങ്കിൽ വായന ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടിയിരിക്കുന്നു. വിലയ്ക്ക് വാങ്ങാമെന്ന പ്രശസ്തമായൊരു നോവലുണ്ട്. കൽക്കട്ട എന്ന പുരാതനമായ അങ്ങ് ദൂരെ സ്ഥിതി കൊള്ളുന്ന ഒരു നഗരത്തെ മലയാളിക്ക് പരിചിതമാക്കിയ പ്രശസ്തമായ നോവൽ, സതിയുടെയും ദീപാങ്കുരൻ്റെയും കഥ പറഞ്ഞ നോവൽ. സതിയുടെ ഛിന്ന ഭിന്നമായ ശരീരത്തിന് മുന്നിൽ അപ്പോൾ നിന്നത് ദീപാങ്കുരനായിരുന്നില്ല, റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ദീപാങ്കുർ സെൻ സാഹബ് ആയിരുന്നു എന്ന് പറഞ്ഞ ആ പ്രശസ്തമായ നോവൽ. എന്താണ് ആ നോവൽ നമ്മെ കാട്ടിത്തരുന്നത്? ജീവിതത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല.
മരണത്തെ മാത്രമേ വിലയ്ക്ക് വാങ്ങാൻ കഴിയൂ. ജീവിതത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല, മരണത്തെ മാത്രമേ വിലയ്ക്ക് വാങ്ങാൻ കഴിയൂ. മൃത്യോ നിൻ നാമം സ്മരിക്കുമ്പോഴെന്തിനൻ ചിത്തമിതത്യം തുടിച്ചിടുന്നു എന്ന് ചിന്തിച്ചൊരു കവി ഉണ്ടായിരുന്നു നമുക്ക്. മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്ന് പറഞ്ഞൊരു കവി. അനുനയിക്കുവാൻ എത്തുമൻ കൂട്ടരോട് അരുളിടട്ടെ എൻ അന്തിയാത്രാമൊഴി. മറവി തന്നിൽ മറഞ്ഞ് മനസ്സാലൻ മരണഭേരി അടിക്കും സഖാക്കളെ, സഹതപിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് പറഞ്ഞൊരു കവി. ആ കവിത വായിക്കുമ്പോൾ ആത്മഹത്യ കൊണ്ടല്ല, ആത്മാർത്ഥത കൊണ്ടാണ് അദ്ദേഹം കവി എന്ന നിലയിൽ കാലത്തെ വെല്ലുന്നതെന്നും അത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പാവം മനുഷ്യ ഹൃദയമാണെന്നും ആ ഇടയ്ക്ക് ഇവിടെ മന്ത്രസാന്ദ്രമായ നിനാദത്തിനിടയിൽ മുഴങ്ങുന്നത് പാവം മനുഷ്യ ഹൃദയത്തിൻ്റെ തേങ്ങലുകളാണെന്നും നാം മനസ്സിലാക്കണമെങ്കിൽ ആ കവിത വായിക്കണം, ആ കവിത പഠിക്കണം. അത് ശാസ്ത്ര സാങ്കേതിക രംഗത്തിനോ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ മെഷീൻ ലേണിങ്ങിനോ ആ അത്തരത്തിലുള്ളൊരു യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഭാഷയ്ക്ക് മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ തന്നെയാണ് ഭാഷയുടെ പ്രാധാന്യവും ഭാഷയുടെ പ്രസക്തിയും. ഇന്ന് നമ്മുടെ യുവതലമുറ യൂത്ത് ഈസ് ദ ഗേ ആൻഡ് പ്ലസന്റ് സ്പ്രിംഗ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂത്ത് ഈസ് ദ ഗേ ആൻഡ് പ്ലസന്റ് സ്പ്രിംഗ് ഓഫ് ലൈഫ്, വിത്ത് ജോയ് സ്റ്റിറിംഗ് ഇൻ ഇറ്റ്സ് ഡാൻസിംഗ് ബ്ലഡ്. The time when nature invites one with 1,000 songs to share her general feast. ആ യുവതലമുറയിലെ ഊർജം പലപ്പോഴും വഴിതെറ്റി ഒഴുകി വിനാശത്തിലേക്കും ഭീകരവാദത്തിലേക്കും മറ്റും നയിക്കുന്ന കഷ്ടകരമായൊരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവതലമുറ നിരന്തരമായ വിഷാദത്തിൻ്റെ, നിതാന്തമായ നിരാശതാബോധത്തിൻ്റെ കരകാണ കയങ്ങളിൽ മുങ്ങിപ്പൊങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. മതിയൻ ആശേ, നിന്നെ കൂടിയും വിഴുങ്ങുവാൻ ചതിയൻ ഒരാളുണ്ട്, കാലമാം കാളസർപ്പം എന്ന അവസ്ഥ. എന്നുള്ളിലെന്നും ചിറകടിച്ചാർത്തുന്ന പൊന്നിൻ കിളിയെ പുറത്തയച്ചിടുവാൻ നീടുറ്റ രാഗ പരവശയാകും ഈ നിഹാര നീർക്കണം നീരാവിയാകുവാൻ. ആനന്ദ ദീപം കൊളുത്തി ഉലകിൽ ഞാൻ എന്ന പാഴ്നിഴൽ മായ്ച്ചു കളയുവാൻ എത്ര ദിനകര മണ്ഡലം മേലിലും ഹസ്തശൈലത്തിൽ തടഞ്ഞു തകരണം എന്ന് സംശയിക്കുന്ന ആ യുവതലമുറയോട്, അല്ല, മനുഷ്യത്വത്തിൻ്റെ നീരുറവുകൾ ഈ നാട്ടിൽ വറ്റിയിട്ടില്ല എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുക. അതാണ് മലയാള ഭാഷയും മലയാള വിവിധ കലാശാലകളിലെ മലയാളം വകുപ്പുകളും തലമുറകളായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർത്തവ്യം എന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ വേദി വിനിയോഗിക്കുക. നമ്പ ഭാരത ധത്രി ഹൃത്തിനാൽ നെറുകയിൽ ചുംബനം ചെയ്തോതുന്നു തൻ സ്വരം പതറവേ, ജീവനന്ദിനി ചിരംജീവ നിൻ സ്വാതന്ത്ര്യ ഛാപവനജ്വാലാനാളം അങ്ങോളം ജ്വലിക്കട്ടെ. അത്തരത്തിലുള്ളൊരു തലമുറയാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ലോങ് ഇയേഴ്സ് അഗോ വി മേഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഉണ്ട്. ആൻഡ് നൗ ദ ടൈം കംസ് ടു റിഡീം അവർ പ്ലഡ്സ്, നോട്ട് ഹോളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യൽ. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ്നൈറ്റ് അവർ when the world sleeps, India will awake to peace and freedom. A moment comes that comes very rarely in history when we step out from the old to the new, when the soul of a nation long suppressed finds its utterance. ആ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷൻ ആയി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു തലമുറയുടെ പ്രതിനിധികളായി ഈ കുഞ്ഞുങ്ങൾ തീരുമെങ്കിൽ കേരളോർവി ഭാരതാംബ അഭിമാന വിജൃംഭിതയാകുമെന്നത് അവിതർക്കിതമാണ്. ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്? പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത് സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിന് കൂടി വഴിതെളിക്കേണ്ടിയിരിക്കുന്നു. ഉച്ചനീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു. ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിപശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം എന്ന് വള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അകത്തും പുറത്തുമുള്ള ഛിദ്രശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു തലമുറയാണ്, അഭ്യസ്തവിദ്യമായൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. അത്തരത്തിലുള്ളൊരു തലമുറയുടെ പ്രതിനിധികളായി ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ എന്ന് ഒരു വട്ടം കൂടെ ഞാൻ ആശംസിക്കുന്നു. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാവട്ടതായി എന്ന് വിശ്വസിക്കുന്നൊരു തലമുറ. അടിമലരിട വേണം താങ്ങുവാൻ മറ്റൊരിടത്തടിയുവത് ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം എന്ന് വിശ്വസിക്കുന്നൊരു തലമുറ. ശതാഭിഷിക്തനായി തീരുന്ന പ്രൊഫസർ മത്തായി സാറിന് ഈ നാടിൻ്റെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി, മാർഗദർശിയായി
വർഷങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാനുഭാവന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുവാൻ ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ കോളേജിൽ നിന്ന് പാസ്സായി ജീവിതമെന്ന വലിയ സാഗരത്തിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ന് ഈ മെറിറ്റ് സ്കോളർഷിപ്പ് കൈപ്പറ്റുന്ന 2 കൊച്ചുമിടുക്കികൾക്ക്, ആ കൊച്ചുമിടുക്കികളെ അനുമോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രഥമ വിംബിൾഡൺ കിരീടം നേടിയ ബോറിസ് ബക്കർ ആ വിംബിൾഡൺ കിരീടത്തെ തുരുതുരെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ്, മേ ദിസ് നോട്ട് ബി ദ ലാസ്റ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ്, മേ ദിസ് നോട്ട് ബി ദ ലാസ്റ്റ്. ഡു നോട്ട് റെസ്റ്റ് ഓൺ ദി ഓൾസ്, യു ഹാവ് മൈൽസ് ടു ഗോ. ഗോഡ് ബി വിത്ത് യു. ഡു നോട്ട് റെസ്റ്റ് ഓൺ ദി ഓൾസ്, യു ഹാവ് മൈൽസ് ടു ഗോ. ഗോഡ് ബി വിത്ത് യു. 1000 പ്രപഞ്ചത്തെ ഉറക്കി പുതപ്പിച്ചും 1000 പ്രപഞ്ചത്തെ ഉണർത്തി താലോലിച്ചും സ്ഥിരവാത്സല്യത്താലേ ചൊല്ലും അനാദിയാം കരളിൽ എനിക്കിടം തന്ന കാരുണ്യം വെൽവു. ആ കാരുണ്യത്തിന് മുമ്പ് ആർത്തത്രാണപരായണനായ ത്രിജഗന്നിയന്താവിന് മുന്നിൽ ഒരു നിമിഷം നമ്രശിരസ്കനായി അഞ്ജലീബദ്ധനായി നിലനിന്നുകൊണ്ട് മനോഹരമായ ഈ പ്രഭാതം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ എനിക്കൊരവസരം തന്ന മലയാള ഭാഷ വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ജോസഫ് സ്കറിയയ്ക്ക് ഉൾപ്പെടെ ബഹുമാന്യായ പ്രിൻസിപ്പൽ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വരും വർഷങ്ങളിൽ ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന യുവജന ശക്തിയുടെ ചേതനയുടെ ഊർജ്ജസ്വലതയുടെ പ്രതിനിധികളായി തീരുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് തീരുവാൻ ഇടയാകുമാറാകണമേ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻ സം ഫെയിൻറ്റ് ഡോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സം ഫെയിൻറ്റ് ഡോൺ, ഇൻ സം ഡിം ഈവ്, ലൈക്ക് എ ഗസ്റ്റർ ഓഫ് ലൈറ്റ്, ലൈക്ക് എ ഡ്രീം ഓഫ് ഡിലൈറ്റ്. പോണ്ടിച്ചേരിയിലെ അമ്മയുടെ പ്രശസ്തമായ വരികളാണ്. ഇൻ സം ഫെയിൻറ്റ് ഡോൺ, ഇൻ സം ഡിം ഈവ്, ലൈക്ക് എ ഗസ്റ്റർ ഓഫ് ലൈറ്റ്, ലൈക്ക് എ ഡ്രീം ഓഫ് ഡിലൈറ്റ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ചെന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്ന പോൽ സമാന്തരം പായുന്ന പാളങ്ങളെ പുലരിക്കതിർവന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. ആ വെളിച്ചത്തിൻ്റെ, ആ വിജ്ഞാനത്തിൻ്റെ തേജോബീജങ്ങളും ആ വിജ്ഞാനത്തിൻ്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും തലമുറകളിലേക്ക് കൈമാറുന്ന ഈ കലാലയ മുത്തശ്ശിയുടെ മുന്നിൽ ഒരു നിമിഷം കൂപ്പുകൈകളോടെ നിലനിന്നുകൊണ്ട് ഗഗന കൂടാരം തുറന്നു നീ നോക്കുകൊന്ന അകലെയെങ്ങാനും പ്രകാശമുണ്ടോ? ഗഗന കൂടാരം തുറന്നു നീ നോക്കുകൊന്ന അകലെയെങ്ങാനും പ്രകാശമുണ്ടോ? ആ പ്രകാശ കണിക തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാർക്ക് എന്നെന്നും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചതിൽ ഉള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നുണ്ട്.